കൂടുതൽ റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു പോസ്റ്റാണ് LSTD OSA ഗ്രേഡ് 3 എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഏറ്റവും മാസ് നമ്പർ ഓഫ് വേക്കൻസീസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് LSTD ആണ്. അതിൽ ഗ്രേഡ് 3 പോസ്റ്റിലേക്കാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എല്ലാ കൊല്ലവും ജോലിയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ LSTD OSA ഗ്രേഡ് 3 എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. നമ്മൾ ഡിസംബർ ലാസ്റ്റ് പറഞ്ഞിരുന്നത് കുറച്ച് നേരത്തെ നമുക്ക് വന്നിട്ടുണ്ട്. സോ നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷേ നമുക്ക് ഒരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഈ പ്രാവശ്യം ഡിസ്ട്രിക്ട് വൈസ് ആണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ഉള്ള വേക്കൻസീസ് ആയിരിക്കും ഫില്ല് ചെയ്ത് പോവുക. സോ നമുക്ക് കാറ്റഗറി നമ്പർ 567/2025 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ആണ് നമ്പർ ഓഫ് വേക്കൻസീസ്. അത് മാത്രമാണ് കഴിഞ്ഞ ഒരു ലിസ്റ്റിനെ അപേക്ഷിച്ചുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓരോ ജില്ലയിലും നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ബട്ട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, വേക്കൻസീസിൻ്റെ എണ്ണം മെൻഷൻഡ് അല്ല. ഓക്കെ, അത് എന്താണെന്നുള്ളത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ള പോലെ ഓൾറെഡി നമുക്ക് ലിസ്റ്റ് എക്സിസ്റ്റിംഗ് ആയതുകൊണ്ടാണ്. SSLC വിത്ത് NTC അല്ലെങ്കിൽ KGC സർട്ടിഫിക്കറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിപ്ലോമ ഇൻ വുമൻസ് പോളിടെക്നിക് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇക്വലൻ്റ് ഓർ ഹയർ ഒക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ന്യൂ നോട്ടിഫിക്കേഷൻസിനകത്ത് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്നുകൂടെ പറയാം, KGCE സിവിൽ എഞ്ചിനീയറിംഗിന് ഇക്വലൻ്റ് ഓർ ഹയർ കൊടുക്കാൻ നിങ്ങൾക്ക് ഈ പറയുന്ന 12 ക്വാളിഫിക്കേഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം, അതായത് VHSC സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസോ, VHSC സിവിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജിയോ, ITI ITC ഡ്രാഫ്റ്റ്സ്മാൻ സിവിലോ, NAC സിവിൽ ഡ്രാഫ്റ്റ്സ്മാനോ, NTC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, SCVT ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, STC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, പോളിടെക്നിക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ്, BTech സിവിൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, BTech ഓണേഴ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, AMI സെക്ഷൻസ് A and B ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഈ പറഞ്ഞ 12 ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും പൊസസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇക്വലൻ്റ് ഓർ ഹയർ കൊടുക്കേണ്ടത് KGCE സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. VHSC ITI ITC ഡ്രാഫ്റ്റ്സ്മാൻ ഒക്കെ പഠിച്ച ആൾക്കാർ, SCVT STC ഒക്കെ പഠിച്ചിട്ടുണ്ട്. പോളിടെക്നിക്ക് BTech പോളിടെക്നിക്കും അതായത് 8-9 കഴിഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, അതായത് ഇവിടെ തൊട്ട് 8 മുതൽ 12 വരെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞ KGCE മാത്രമല്ല അടുത്തതിനും ഇക്വലൻ്റ് ആയിട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ 1 to 7 ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങളെങ്കിൽ നിർബന്ധമായും ഇക്വലൻ്റ് ഓർ ഹയർ കൊടുക്കേണ്ടത് KGCE സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്, തെറ്റിപ്പോവരുത്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ 2-year കോഴ്സ് ഫ്രം വുമൻസ് പോളി. അതിന് ഇക്വലൻ്റ് ഓർ ഹയർ ആയിട്ട് പോളിടെക്നിക്, BTech, BE സിവിൽ എഞ്ചിനീയറിംഗ്, AMI സെക്ഷൻ A and B. ഞാൻ നേരത്തെ പറഞ്ഞ 7 തൊട്ട് 12 വരെയാണ്. അവരാണ് ഈ 4 ആൾക്കാർ. അവർക്ക് ഇത് രണ്ടിൽ ഏതെങ്കിലും വേണമെങ്കിൽ ഇക്വലൻ്റ് ഓർ ഹയർ കൊടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ITI ITC SCVT ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ഒരിക്കലും പോയിട്ട് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ ഫ്രം 2-year ഫ്രം വുമൻസ് പോളി അതിന് ഇക്വലൻ്റ് ഓർ ഹയർ കൊടുക്കില്ല. അവർ ഏത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അവർ ഇക്വലൻ്റ് ഓർ ഹയർ കൊടുക്കേണ്ടത് KGCEക്കാണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. BTechകാർക്ക് ഇത് രണ്ടിൽ ഏത് ഇക്വലൻ്റ് ഓർ ഹയർ കൊടുത്താലും ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ITI ITC VHSI കഴിഞ്ഞ ആൾക്കാരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിലേക്ക് നോക്കാം. കഴിഞ്ഞ ലിസ്റ്റ് നമുക്ക് കാറ്റഗറി നമ്പർ വരുന്നത് 2018 ആണ്. 2018 നടന്ന എക്സാമാണ്, വിളിച്ച എക്സാമാണ്. 21 നമ്മുടെ എക്സാം നടന്നത്. അപ്പം നമുക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നിലവിൽ വന്നത് നമുക്ക് 22 ഓക്കെ, 2022 നമുക്ക് ഈ ലിസ്റ്റ് നിലവിൽ വന്നത്. 21/4/2022 നോക്കിക്കേ. ആ സമയത്തൊക്കെ നല്ല ലാഗിലാണ് എക്സാം നടന്നത്. 18 നോട്ടിഫിക്കേഷൻ വന്ന എക്സാമും നടന്നത് 2021 ലിസ്റ്റ് വന്നിരിക്കുന്നത് 2022. അപ്പം നോക്കിക്കേ, 18 വന്നത് നമുക്ക് 2 വർഷത്തിന് ശേഷമാണ് എക്സാം നടന്നത്. അപ്പോൾ ആ ഒരു 2 വർഷം ഗ്യാപ്പ് വീണ്ടും വന്നു. അപ്പോൾ 3 വർഷത്തിന് ശേഷമൊക്കെയാണ് ലിസ്റ്റ് നിലവിൽ വന്നത്. ആൻഡ് പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വരുന്ന LSTD യുടെ ലിസ്റ്റ് ഇപ്പോൾ നമുക്ക് വന്നു. ഇനി നമ്മൾ PWD എഴുതും, ഇറിഗേഷൻ എഴുതും, PCB എഴുതും, KW എഴുതും. അതിലെല്ലാം ഈ പറഞ്ഞ ഈ ഫസ്റ്റ് റാങ്കിൽ കിടക്കുന്ന ആൾക്കാരെ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ 2022 വന്ന ലിസ്റ്റുകളെല്ലാം നിങ്ങൾ പരിശോധിച്ചു. ഈ PWD AE ആണെങ്കിലും ഇറിഗേഷൻ AE ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ തേർഡ് ഗ്രേഡ് എല്ലാം നോക്കിക്കോ. 2022-23 കാലഘട്ടത്തിൽ നടന്ന എല്ലാ എക്സാമുകളിലും ഈ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് എല്ലാ ലിസ്റ്റുകളിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ എന്തായാലും ഹയർ ഓപ്ഷൻ തേടിപ്പോവും. താഴെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഈ തേർഡ് ഗ്രേഡിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഡിസ്ട്രിക്റ്റ് വൈസാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസി പ്രകാരമായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടിപ്പോവുക. അത് ഓർത്ത് വെക്കുക. കോമൺ എക്സാം ഒക്കെ കോമൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ നമുക്കിതാണ് നമ്മുടെ കാറ്റഗറി നമ്പർ 2022 ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് പേരുള്ളൊരു വലിയ ലിസ്റ്റാണ്. 1517 പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. നമ്മുടെ LSTD തേർഡ് ഗ്രേഡിൻ്റെ മെയിൻ ലിസ്റ്റിൽ 1517 പേരുണ്ട്. ഞാൻ പറഞ്ഞു എപ്പോഴും വലിയ ലിസ്റ്റായിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് LSTD ഗ്രേഡ് 3 തന്നെയാണ്. സോ നമുക്ക് ഇതുവരെ നമ്മുടെ ലിസ്റ്റിൽ നിലവിൽ വന്ന 2022
2025 9th മന്തിൽ നമുക്ക് എന്താ പറയുക അഡ്വൈസ് പോയിട്ടുണ്ട്. നമുക്ക് ടോട്ടലി പോയിരിക്കുന്ന അഡ്വൈസുകളുടെ എണ്ണം 716 ഏകദേശം ലിസ്റ്റിൻ്റെ പകുതിയോളം നമ്പർ നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, ഓപ്പൺ കാറ്റഗറി 882 വരെ നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ടോട്ടലി നമുക്ക് 1500 സംതിങ് പേര് ഓൾറെഡി നമ്മുടെ ലിസ്റ്റിലുള്ളതിനകത്ത് പകുതിയോളം 780 പേരോ അല്ലെങ്കിൽ 882 റാങ്ക് വരെ നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. വിച്ച് മീൻസ് ഇറ്റ്സ് എ ഗുഡ് നമ്പർ. അതായത് ഇത്രയും വലിയ ലിസ്റ്റ് PSC ഇടുന്നുണ്ട്. ആൻഡ് പകുതിയോളം ആൾക്കാർ ജോലിക്ക്, പകുതിയോളം എന്ന് പറയുന്ന ഈ വേക്കൻസീസ് എന്തുകൊണ്ടാണ് കിട്ടുന്നതെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ആദ്യ റാങ്കുകാരൊക്കെ ഓൾറെഡി എല്ലാ ലിസ്റ്റിലും ഉള്ളതുകൊണ്ട് തന്നെ അവർ NJD കൊടുക്കും. താഴെ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് നിങ്ങൾക്ക് ജോലി പ്രവേശിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് വൈസ് അപ്ലൈ ചെയ്യുക. ആ ഡിസ്ട്രിക്റ്റിൽ ചിലപ്പോൾ പരീക്ഷ എഴുതേണ്ടി വരുമായിരിക്കും. അപ്പോൾ ആ പരീക്ഷ എഴുതി പരീക്ഷ ലിസ്റ്റിൽ കയറി ആ ജില്ലയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ജോലി. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് നോക്കി നിങ്ങൾ കൊടുക്കുക. അപ്പോൾ വേക്കൻസീസ് ഡിസ്ട്രിക്റ്റ് വൈസ് ആയിരിക്കും എസ്റ്റിമേറ്റ് ചെയ്ത്. ഇത് കഴിഞ്ഞ ലിസ്റ്റ് കോമൺ ആയിരുന്നു, സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു നല്ലൊരു അവസരമാണ്. IT ലെവലിലെ പരീക്ഷയാണ്. അപ്പം BTech കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞവർക്കും IT ഡ്രാഫ്റ്റ്സ്മാൻ കഴിഞ്ഞവർക്കും VHSCക്കാർക്കും എല്ലാം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എല്ലാവരും ഒന്ന് നമ്മുടെ ITയുടെ ടെക്സ്റ്റ് ബുക്കായ നിമി ബേസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ കോഴ്സസ് നമ്മുടെ എൻട്രിയിലും അവൈലബിൾ ആണ്. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് ഇക്വലൻസി കൊടുക്കുന്നതിൽ ഇനിയും ഡൗട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലിയർ ആണെങ്കിൽ അതും മെൻഷൻ ചെയ്യുക. പിന്നെ ഇനി നിങ്ങൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ഇതേ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇക്വലൻസിയിലെ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. സോ താങ്ക് യു ഓൾ.